കേരളത്തിൽ കോൺഗ്രസ് തരംഗം ആഞ്ഞടിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് 14 ജില്ലകളിൽ നിന്നും പുറത്തു വരുന്നത്. എന്തായാലും വലിയ തരംഗമാണ് കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. 6 കോർപ്പറേഷനുകൾ കേരളത്തിലുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ. കണ്ണൂർ കോർപ്പറേഷന്റെ ചുമതല കോൺഗ്രസ് നൽകിയിരിക്കുന്നത് മുൻ KPCC അധ്യക്ഷൻ, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം കൂടിയായ K സുധാകരനാണ്. കോഴിക്കോട് കോർപ്പറേഷൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തൃശൂരിൽ AICC സെക്രട്ടറി അങ്കമാലി MLA റോജി M ജോൺ. എറണാകുളം പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൊല്ലം കോർപ്പറേഷൻ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് കുണ്ടറ MLA PC വിഷ്ണുനാഥ്. തിരുവനന്തപുരം കോൺഗ്രസിന്റെ പവർ ഹൗസ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന K മുരളീധരൻ. 6 നേതാക്കൾക്ക് 6 കോർപ്പറേഷനുകൾ വീതം വെച്ച് നൽകി ശക്തമായ പ്രവർത്തനങ്ങളാണ് കോർപ്പറേഷനുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേഷനുകളിൽ മാത്രമല്ല, ഗ്രാമപഞ്ചായത്തുകളിൽ, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ, നഗരസഭകളിൽ, ജില്ലാ പഞ്ചായത്തുകളിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അചഞ്ചലമായി മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസിന്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്: കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ഡിസംബർ 13 നടക്കുമ്പോൾ 65% പഞ്ചായത്തുകളും നഗരസഭകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും മുഴുവൻ കോർപ്പറേഷനുകളും ഭരണം കോൺഗ്രസിന്റെ കൈകളിലെത്തണം. കരം പിടിക്കുമോ ഇത്തവണ കേരളം എന്നാണ് കേരളത്തിലെ വോട്ടർമാർ ഒന്നടങ്കം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. 9.5 വർഷക്കാലമായി കേരളം ഭരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുമുന്നണി സർക്കാരിനെതിരായ വിധിയെഴുത്തി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ, കേന്ദ്ര സർക്കാരിന്റെ വർഗീയ പ്രീണന രാഷ്ട്രീയത്തിനെതിരെ, കേന്ദ്ര സർക്കാരിന്റെ വർഗീയ വിഭജനത്തിനെതിരായ വിധിയെഴുത്തി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. മറുഭാഗത്ത് CPM ഉണ്ട്. മുസ്ലിം ചെറുപ്പക്കാരുടെ മസ്തിഷ്കത്തിനകത്തേക്ക് മതവർഗീയതയുടെ വിഷം കുത്തിവെക്കുന്ന SDPI-കാരനുണ്ട്, വെൽഫെയർ പാർട്ടിക്കാരനുണ്ട്, ഈർക്കലി പാർട്ടികളെല്ലാം ഉണ്ട്, NDA ഉണ്ട്. ഇത്തരത്തിൽ എല്ലാവരുടെയും ശത്രു കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഇവരെല്ലാം പോരാട്ടത്തിലൂടെ പരാജയപ്പെടുത്തി കേരളത്തിന്റെ മണ്ണിൽ ജനാധിപത്യത്തിന്റെ പുതുവസന്തം വിരിയിക്കാനുള്ള പോരാട്ടത്തിലാണ്. ആ ത്യാഗോജ്ജലമായ പോരാട്ടത്തിൽ ജനങ്ങളുടെ പിന്തുണ, പ്രോത്സാഹനം, പ്രാർത്ഥന കോൺഗ്രസിന് ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. കോൺഗ്രസ് അതിന്റെ സംഘടനാ സംവിധാനം എല്ലാ തരത്തിലും ചലിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസിന്റെ മിഷനറി കൃത്യമായി ചലിക്കുകയാണ്. മുമ്പെങ്ങും ഇല്ലാത്ത വിധം എല്ലാ തരത്തിലും കോൺഗ്രസിന്റെ പ്രവർത്തനം നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുന്ന സുന്ദരമായ കാഴ്ച ജനാധിപത്യ കേരളത്തിൽ കാണുകയാണ്. 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ലോകത്തെ ആകെ പിടിച്ചുലച്ച കോവിഡ് മഹാമാരി അതിന്റെ ഉച്ചസ്ഥായിയിൽ നിന്ന സാഹചര്യത്തിലാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിൽ കിറ്റ് രാഷ്ട്രീയത്തിന്റെ പേരിൽ CPM കേരളത്തിൽ അധികാരത്തിൽ വന്നു. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ട്. ഉറച്ച നിലപാടുമായി കേരളത്തിലെ ജനങ്ങൾ ഡിസംബർ 9-നും 11-നും പോളിംഗ് ബൂത്തിലേക്ക് നടന്നെത്തുമ്പോൾ, അവരുടെ മുന്നിൽ വോട്ടിംഗ് യന്ത്രം ലഭിക്കുമ്പോൾ, ആ വോട്ടിംഗ് യന്ത്രത്തിൽ കൈപ്പത്തി ചിഹ്നം കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ അറിയാതെ തന്നെ ആ ചിഹ്നത്തിന് വോട്ട് കുത്തുമെന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. കാരണം എന്താണെന്നല്ലേ? കേരളത്തിലെ സർക്കാരിനെതിരെ വലിയ വികാരമുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഇത്രത്തോളം ദുസ്സഹമാക്കിയ ഒരു സർക്കാർ ഉണ്ടായിട്ടില്ല. വെള്ളക്കരം വർദ്ധിപ്പിച്ച, വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച സർക്കാർ, ആ സർക്കാരിനെതിരായ പോരാട്ടം നടത്തുന്നത് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ധർമ്മസമരത്തിൽ കോൺഗ്രസ് വിജയിക്കുമെന്ന് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്കിടെ പറയുന്നത്.